ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, അൽഫാം നമ്മൾ എങ്ങനെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാം നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. അപ്പൊ നമുക്ക് വേണ്ടത് ചിക്കനിക്ക് വേണ്ട മസാലകൾസ് റെഡിയാക്കി എടുക്കാം. അപ്പൊ ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ചെറിയുള്ളി എടുക്കുന്നുണ്ട് കേട്ടോ. ക്വാണ്ടിറ്റി ഒക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഉണക്കമുളക്. ഇനി ഇതൊക്കെ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ഫസ്റ്റത്തെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ മസാല റെഡിയാക്കി എടുക്കാം. 2 സവാള, 2 തക്കാളി, പിന്നെ മല്ലിച്ചപ്പ്, പുതിന, പിന്നെ ലെമൺ ജ്യൂസ് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ട ആവശ്യത്തിനനുസരിച്ചിട്ട് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഗരം മസാല 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ട എരിവിന് അനുസരിച്ചിട്ട് കുരുമുളക് പൊടി, അതും നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ എടുത്തിട്ട് ഇതേപോലെ ഫോർക്ക് സ്പൂൺ എടുത്തിട്ട് കുത്തി കൊടുക്കാം, അല്ലെങ്കിൽ അടുക്കി ഇടിക്കുക എന്താ ചെയ്തോട്ടോ. ഇനി നമുക്ക് ഇത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്കിതൊന്ന് 6 hours റെസ്റ്റ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്താലും മതി കേട്ടോ. ഞങ്ങളിത് രാവിലെ മസാല തേച്ച് കൊടുത്തിട്ട് നമ്മളെ നൈറ്റ് പരിപാടിക്കാണ് ഞങ്ങൾ ഇത് എടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ കണലൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രില്ല് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചിക്കന് ഇതേപോലെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ വിട്ടിട്ടാണ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാതും ഞങ്ങൾ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു ഭാഗം കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ അൽഫാം ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ്, ബട്ട് കണലിന്റെ പരിപാടി നോക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതൊന്ന് കത്തിക്കരുത് കേട്ടോ. കത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിക്കൻ നന്നായിട്ട് കരിഞ്ഞു പോകും. അപ്പൊ നമ്മൾ കത്തുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഊതി കൊടുക്കുക, അല്ലെങ്കിൽ ഒന്ന് എന്തെങ്കിലും വെച്ചിട്ട് വീശി കൊടുത്താലും മതിട്ടാ. അങ്ങനെ നമ്മൾ ഓയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് അടുത്ത ഭാഗം ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാതും നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അൽഫാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. നല്ല എരിവും പുളിയും ഉപ്പും ഒക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി അൽഫാമാണ്. എന്തായി ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അങ്ങനെ നമ്മളെ ഡിന്നർ ഇന്ന് കുബൂസ്, പൊറോട്ട, അത് രണ്ടും നമ്മൾ ഓർഡർ ചെയ്തെടുത്തതാണ്. പിന്നെ മയോണൈസ്, പിന്നെ സാലഡ് നമ്മൾ വീട്ടിലാണ് ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ. ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. മയോണൈസും നല്ല അടിപൊളി ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനും കഴിക്കുമ്പോൾ എൻ്റെ മോന് എൻ്റെ മടിയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അവനും കൈയിട്ടിട്ട് എന്തൊക്കെ കാട്ടുന്നുണ്ട്. അങ്ങനെ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ പുതിയത് ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നല്ല നല്ല റെസിപ്പീസ് ആയിട്ട് വീഡിയോസ്, പിന്നെ നല്ല ബ്യൂട്ടി വ്ളോഗ്സ്, അങ്ങനത്തെ കാര്യങ്ങൾ, ഡെയിലി വ്ളോഗ്സ്, അതൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ, സ്റ്റേ ട്യൂൺ. ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും.